CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ കൂടുതൽ CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. മുൻ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുരേഷ് കുമാർ ED ഓഫീസിൽ ഹാജരായി. നിലവിൽ സുരേഷ് കുമാർ CMRL ചീഫ് ജനറൽ മാനേജറാണ്. അബ്ദുൾ റഹീം വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അബ്ദുൾ റഹീം, ഈ CMRL കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. ഇത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മാത്രം ഒരു ചോദ്യം ചെയ്യലായി കണക്കാക്കണോ, അതോ പൊതുവെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന മുഴുവൻ ക്രമക്കേടുകളുമായി അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലായി ആണോ? ഹർഷൻ, CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ആ കണക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളിലേക്ക് ആ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുരേഷ് കുമാർ കൂടി EDയുടെ ചോദ്യമുനയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാളുടെ 10 മണിക്ക് ശേഷമാണ് സുരേഷ് കുമാർ ഈ ED ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാനെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാട്ടി സമൻസ് നൽകിയിരുന്നു. പക്ഷേ ആ സമയത്ത് വീണ ടിയുടെ സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ ബാങ്ക് ലോക്കർ പരിശോധിക്കുന്ന തിരക്കിലായതിനാൽ ഇയാൾ മറ്റൊരു ദിവസം ഹാജരായാൽ മതി എന്ന ED ഉദ്യോഗസ്ഥർ തന്നെ അറിയിക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സുരേഷ് കുമാർ ഹാജരായിട്ടുള്ളത്. നിലവിൽ സുരേഷ് കുമാർ ഈ എക്സാലോജി ഈ CMRL കമ്പനിയുടെ ചീഫ് മാനേജറാണ്. നേരത്തെ, അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത്, ഈ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന സമയത്ത് ഇയാൾ മുൻ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സുരേഷ് കുമാറിനെ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും. ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നുണ്ട്. 1.5 മണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും EDക്ക് മുന്നോട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി അറിയേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് കൂടി ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ നീളുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഈ CMRLന്റെ MD ആയിട്ടുള്ള കർത്തയുടെ മകൻ ശരണസ് കർത്ത, അതോടൊപ്പം തന്നെ ബന്ധുമിത്രൽ അടക്കമുള്ളവരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. കൂടാതെ ഈ കർത്തയുടെ മരുമകൻ കൂടിയായിട്ടുള്ള അനിൽ ആനന്ദ് പണിക്കർക്കും ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാട്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. അടുത്ത ദിവസം അനിൽ ആനന്ദ് പണിക്കർ കൂടി EDയുടെ ചോദ്യമുനയിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരശേഖരണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശേഖരിക്കുകയാണ് ED. കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വേണമെന്നുള്ളതാണ് ED വ്യക്തമാക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ CMRLുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത്. ഹർഷൻ, അബ്ദുൾ റഹീമാണ് വിവരങ്ങൾ നൽകിയത്.